മുൻ മുഖ്യമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റുവാണി കൂടി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരം കൂടി പങ്കുവയ്ക്കപ്പെടുകയാണ്. അപ്പോൾ അനൂപ് ദാസ്, അപകടത്തിന്റെ വ്യാപ്തിയാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ ഇൻഫർമേഷനാണ്. വിജയ് റുവാണിയും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പുതിയ വിവരങ്ങൾ, ഇപ്പോൾ എയർ ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒഫീഷ്യലി വിവരങ്ങൾ, ഒരു ഇൻസിഡന്റ് സംഭവിച്ചിരിക്കുന്നു, അതിന്റെ സമയവും അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നാലെ പുതിയ വിവരങ്ങൾ കൂടുതലായി പങ്കുവയ്ക്കാമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭ്യമാണ്? ചില പുതിയ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. പുതിയ ദൃശ്യങ്ങൾ, അതായത് വിമാനം പറന്നു പോകുന്നതിന്റെയും തകർന്നു പോകുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ചില ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, വിമാനം പറന്നു പൊങ്ങി വളരെ പെട്ടെന്ന് തന്നെ താഴോട്ട് പതിക്കുന്നതും കത്തി അമരുന്നതുമാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം, പരിക്കേറ്റ ഏതാണ്ട് 30ഓളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ആംബുലൻസുകൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കൂടുതൽ സഹായം, അതായത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കൂടുതൽ ഇടപെടൽ നടത്തണം എന്നത് പറഞ്ഞിട്ടുണ്ട്. 90 അംഗ സംഘം, NDRFന്റെ 90 അംഗ സംഘം ഉടൻ തന്നെ രക്ഷാദൌത്യത്തിലേക്ക് വേണ്ടി അഹമ്മദാബാദിലേക്ക് എത്തും. മണിക്കൂറുകൾക്കകം അവരെത്തും. 90 അംഗ സംഘത്തെയാണ് NDRF നിയോഗിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അർദ്ധ സൈനിക വിഭാഗത്തോടും ഉടൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. സംസ്ഥാന സർക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു, ഉയർന്നു പൊങ്ങുന്നു. അധികം മുകളിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടെ താഴേക്ക് പതിച്ച് കത്തിച്ചാരമാകുന്നതിന്റെ ദൃശ്യം, പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദൃശ്യങ്ങളാണ് അഹമ്മദാബാദ് എയർപോർട്ടിന് സമീപത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.